മലപ്പുറം പെരുവള്ളൂരിൽ തെരുവ് നായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ. കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മാർച്ച് 29-നാണ് കുട്ടിക്ക് കടിയേറ്റത്. കഴിഞ്ഞ മാർച്ച് 29-ന് ഒരു തെരുവ് നായ 6 പേരെയാണ് കടിക്കപ്പെട്ടത്. അതിനുള്ള ചികിത്സയും സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയുണ്ടായെങ്കിലും 5.5 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. കുട്ടിയുടെ തലക്കായിരുന്നു അന്ന് പരിക്കേറ്റിരുന്നത്. ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് രക്തം പരിശോധിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരുവള്ളൂരിൽ നിന്ന് വിപിൻ സി വിജയനുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. വിപിൻ, ഈ വാക്സിൻ എടുത്ത ശേഷവും കുട്ടിക്ക് പേവിഷബാധ ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ സംഭവം നടന്നത് എപ്പോഴാണ്? എന്തൊക്കെയാണ് പെരുവള്ളൂരിൽ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ വിപിൻ? ജിക്കെ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം പ്രതിരോധ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഈ പേവിഷബാധയ്ക്കെതിരെയുള്ള ഒരു നടപടി. അങ്ങനെ 3 തവണ ഡോസ് എടുത്തതിന് ശേഷവും ഈ ഒരു പേവിഷബാധയുണ്ട് എന്നുള്ള പോസിറ്റീവ് റിസൾട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഞാൻ ഈ നിൽക്കുന്നത് പെരുവള്ളൂരിലെ കാക്കത്തടം എന്നുള്ള സ്ഥലത്താണ്. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് 5.5 വയസ്സുള്ള കുഞ്ഞിനെ കടിയേറ്റത്. ഈ കുഞ്ഞടക്കം 7 പേർക്കായിരുന്നു അന്ന് കടിയേറ്റത്. മാർച്ച് 29-ന് വൈകിട്ടായിരുന്നു ഈ സംഭവം. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് ഇവിടെയൊക്കെ ഇപ്പോഴും രക്തക്കറയുണ്ട് ഈ റോഡിൽ. ഈ കുട്ടിയെ ഇവിടെ സമീപത്തുള്ള ആളുകൾ എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. തലയ്ക്കും കാലിനുമാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പ്രതിരോധ വാക്സിനായിട്ടുള്ള IDRB വാക്സിൻ എടുക്കുകയും ചെയ്തു. പക്ഷേ അന്ന് അവിടെ നിന്നും മടക്കി അയച്ചു. ഈ വാക്സിൻ എടുത്തതിന് ശേഷം മടക്കി അയച്ചു. ഗുരുതരമായിട്ടുള്ള പരിക്ക് അന്ന് തന്നെ തലയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കുട്ടി ഈ മുറിവൊക്കെ ഉണങ്ങി ഏകദേശം ഒരു സാധാരണ സ്ഥിതിയിലേക്ക് വരുന്നു എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഈ മാസം 16-ാം തീയതിയൊക്കെ ആയി പനി ആരംഭിക്കുന്നത്. ഇങ്ങനെ പനി ആരംഭിച്ചതിന് ശേഷം പിന്നീട് അത് മൂർച്ഛിക്കുകയും അങ്ങനെ ഈ ബ്ലഡിന്റെ സാമ്പിളുകൾ തിരുവനന്തപുരത്തേക്ക് അയച്ചപ്പോൾ അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ പേവിഷബാധയുണ്ട് എന്നുള്ളതാണ്. 4 ഡോസ് വാക്സിനിൽ 3 എണ്ണവും എടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളവരുണ്ടാവുന്നത്. അപ്പോൾ അന്നിപ്പോൾ 7 പേരെയാണ് കടിച്ചത്. മറ്റുള്ളവരുടെയൊക്കെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈ കുട്ടിയുടെ അതീവ ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളത്, അല്ലേ? ഈ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മാരകമായിട്ട് അന്ന് ആ തെരുവ് നായയുടെ കടിയേറ്റത്. അന്ന് 6ഓളം പേരെ കടിച്ചിട്ടുണ്ടെങ്കിലും ഈ കുട്ടിക്ക് വളരെ മാരകമായ രീതിയിൽ കാലിനും അതുപോലെ തന്നെ തലക്കുമൊക്കെ പരിക്കേറ്റു. ഉടൻ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണ്ട ചികിത്സകളൊക്കെ ലഭ്യമാക്കുകയും ചെയ്തു. വേണ്ട രീതിയിലുള്ള വാക്സിനുകളൊക്കെ എടുത്തിട്ടും IDRB വാക്സിന് എത്ര ഡോസാണോ വേണ്ടത് ആ ഡോസ് മുഴുവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ തലക്ക് മാരകമായിട്ട് കടിയേറ്റിട്ട് പോലും അന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുട്ടിയെ അന്ന് ഡിസ്ചാർജ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് 48 മണിക്കൂറിന് ശേഷമാണ് ഇനി അടുത്ത ചികിത്സ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം അവരിങ്ങോട്ട് വീട്ടിൽ പോരുകയും പിന്നെ ഈ മുറിവിന് പഴുപ്പ് പോലെ രൂപപ്പെടുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കുള്ള ആശങ്ക ഇതിൽ ഇത്തരത്തിലുള്ള പേവിഷബാധക്കെതിരെയുള്ള വാക്സിനുകളൊക്കെ എടുത്തിട്ട് പോലും ഈ കുട്ടിക്ക് ഇതിൻ്റെ റിസൾട്ട് പോസിറ്റീവിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തിന് നമ്മൾ ഈ വാക്സിൻ എടുത്തിട്ട് പോലും ഇങ്ങനെ ഇതിന് ഒരു ഉപകാരമില്ല എന്നുള്ളൊരു ഫലപ്രദമാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഈ നാട്ടുകാർ ഇപ്പോൾ വയ്ക്കുകയാണ്. പക്ഷേ ഇതിൽ ഒരു പോസിറ്റീവായി എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗം വിദഗ്ധരൊക്കെയാണ് പറയേണ്ടത്. ഈ കുട്ടിയുടെ ആഴത്തിലുള്ള മുറിവ് ഒരു കാരണമാകാം, പ്രായം ഒരു ഘടകമാവാം എന്നുള്ളതൊക്കെയാണ് ചില ഡോക്ടർമാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്താണ് ഇതിൽ വസ്തുതാപരമായി സംഭവിച്ചത് എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. മറ്റുള്ളവർ കൂടി ഒരു ആശങ്ക ഉണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ ആശങ്കയിലാണ്. കാരണം ഈ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പം മാത്രമല്ല, ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് ഈ തെരുവ് നായകൾക്കെതിരെയുള്ള ഒരു കാര്യം നടന്നിട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്നും പറമ്പപ്പൂടിയ 18-ാം വാർഡിൽ തെരുവ് നായ ഉണ്ട് എന്നുള്ള രീതിയിൽ അതിരൂക്ഷമാണ് സ്ഥിതി. അതെ, അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ആശങ്കയിലുമാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പേവിഷബാധ പോസിറ്റീവായിട്ടും കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇതിൽ വന്നിട്ടുള്ളതെന്നാണ് ഞങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കുന്നത്. കാരണം തലക്ക് കടിയേറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ CT സ്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തുടർ ചികിത്സകളൊക്കെ അവിടെ നിന്ന് നൽകേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു
അതെ, അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? മറ്റു കടി ഒന്നും അത്ര ഗുരുതരമല്ല. അല്ല, ഈ കുട്ടിൻ്റെത് മാത്രമാണ് പല സ്ഥലത്തും കാലിലും കയ്യിലും തലയ്ക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. എന്നിട്ടും അവർ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇതിലൊരു വിശദീകരണം ഇത്തരത്തിൽ ആവശ്യമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഏതായാലും ഈ കാര്യത്തിൽ നാട്ടുകാർക്കുള്ള ആശങ്ക ഇപ്പോഴും അവിടെ തെരുവുനായ ശല്യം ഉണ്ട് എന്നുള്ളതാണ്. പേവിഷബാധ ഏറ്റിരിക്കുന്ന കുട്ടിക്ക് ഈ വാക്സിൻ എടുത്ത ശേഷവും എന്നതും ആളുകളെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ അവരെ നടുക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് പെരുവള്ളൂരിൽ നിന്ന്.